നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ ഈ കുടുംബം തകർന്ന് തരിപ്പണമാകുന്നത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ഈ കുടുംബത്തിലുള്ളവർ പരസ്പരം തമ്മിലടിക്കുന്നത് വിശ്വേട്ടന്റെ ആത്മാവ് പോലും പൊറുക്കില്ല. എന്തായാലും ഉടനെ തന്നെ പോലീസ് കേസ് കൊടുക്കണം. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് അറിയണം. ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെങ്കിൽ അവര് പിന്നെ ഈ മരുവത്തൂർ വീട്ടിന് പുറത്തായിരിക്കും. ആരെയാണ് നിനക്ക് സംശയം? ഈ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? മുൻപ് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലോ ഇവിടെ നിന്നും നിങ്ങൾ പുറത്തായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. ചരമകോളത്തിൽ എന്റെയും അമ്മയുടെയും ചിത്രങ്ങളിട്ട് സന്തോഷിച്ചവരാരായാലും അവരെ ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതിനുള്ള പോലീസ് സംവിധാനമൊക്കെ ഈ നാട്ടിലുണ്ട്. ഈ പരസ്യം കൊടുത്തത് ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്തായാലും നിങ്ങളെല്ലാരും ഈ മുറിയിൽ നിന്നൊന്ന് പുറത്തു പോ. എനിക്ക് കുറച്ചു നേരം സമാധാനമായിട്ട് കിടക്കണം. ഏട്ടത്തിക്ക് കുടിക്കാൻ ഞാൻ തണുത്തത് എന്തെങ്കിലും എടുത്തിട്ട് വരാം. തർക്കങ്ങളൊക്കെ നമുക്ക് പിന്നീടാവാം. ഇപ്പൊ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോയേ. അമ്മ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഏട്ടത്തി കുറച്ചു നേരം സമാധാനമായിട്ട് കിടക്ക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. രഞ്ജിനി, നമ്മളെ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി തന്നെയാണോ ഇതൊക്കെ ചെയ്തത്? അമ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. അങ്ങനെയൊന്നും നമ്മളെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. കാരണം നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇത് ചെയ്തവരെ കൊണ്ട് തന്നെ ഞാൻ ഇതിന് മറുപടി പറയിപ്പിക്കും. അല്ല, താൻ ഇപ്പോഴും ഇത് നോക്കിയിരിക്കണോ? അതങ്ങ് മാറ്റിക്ക്. നോക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. അച്ഛനില്ലാത്ത എനിക്ക് ഇനി അമ്മയും താനും കൂടി നഷ്ടപ്പെട്ട എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ഇതാരോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതാ. എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഭീഷണിയുടെ മുന്നറിയിപ്പ് തരാൻ ആരോ ശ്രമിക്കുന്നുവെന്നാ. നമ്മളെ എല്ലാം ഭയപ്പെടുത്തുക, ഉടൻ കൊല്ലപ്പെടുമെന്നുള്ളൊരു പ്രതീതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക. അതോടെ ടെൻഷൻ അടിച്ച് നമ്മൾ ഈ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാതെ ആവും. നമ്മുടെ ധൈര്യം ചോർന്നു പോവും, മനസമാധാനം നഷ്ടപ്പെടും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോവും. അത് തന്നെയാ ശത്രുക്കളുടെ ആവശ്യം. അതിനുവേണ്ടി അവരൊരുക്കിയ ഒരു തിരക്കഥയാ ഈ വാർത്ത. അപ്പോ നിങ്ങൾ ഇടിക്കാൻ വന്ന വണ്ടിയോ? അതിന് പിന്നിലും ഇതേ ആളുകൾ തന്നെയാ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ളൊരു തന്ത്രമാണ്. അങ്ങനെ സംഭവിക്കോ? നിങ്ങളെ ഫോളോ ചെയ്ത ആ വണ്ടി ശരിക്കും നിങ്ങളെ കൊല്ലാൻ തന്നെ വന്നതാണോ? പോലീസ് സ്റ്റേഷനിൽ നിന്നോ? എടുക്ക്. ഹലോ സർ. ആ വണ്ടിയുടെ കാര്യം ഞങ്ങൾ അന്വേഷിച്ചു. അവരെ അറസ്റ്റ് ചെയ്തോ സർ? എന്തെങ്കിലും വിവരം കിട്ടിയോ? നിങ്ങൾ ഭയപ്പെട്ടതുപോലെ ഒന്നുമില്ല.
ആ വണ്ടി നിങ്ങളെ ഇടിക്കാൻ വന്നതൊന്നുമല്ല. അത് അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ട്രയൽ പോയ വണ്ടിയാണ്. ആ വണ്ടിയിൽ വന്നവരെ ചോദ്യം ചെയ്തോ സർ? ഞങ്ങൾ അവരോട് സംസാരിച്ചു. ടെസ്റ്റ് ഡ്രൈവിന് പോയപ്പോ അവർ സ്പീഡ് വേരിയേഷൻ നോക്കിയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വണ്ടി നിങ്ങളെ ഇടിക്കാൻ വന്നു എന്ന് തോന്നിയത്. അവര് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശരി, അത് പറയാനാ വിളിച്ചത്. ഓക്കെ സർ. എന്ത് ദർശനെ പറഞ്ഞത്? ഒന്നും അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല രൂപേഷേട്ടാ. ആ വണ്ടി ശരിക്കും ഞങ്ങളെ ഇടിക്കാൻ തന്നെയാ വന്നത്, എനിക്കത് ഉറപ്പാ. പക്ഷെ പോലീസുകാർ ഇങ്ങനെ പറയുമ്പോ ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല രൂപേഷേട്ടാ. പോലീസുകാർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങള്. നമുക്ക് അരുൺ സാറിനെ ഒന്നുകൂടി വിളിക്കണം. എന്തെങ്കിലും ചെയ്യണം. എപ്പോഴും നമ്മൾ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാ. ഇതുപോലെ എന്തെങ്കിലും ഇനി ആവർത്തിച്ച നമ്മൾ എന്ത് ചെയ്യും? രൂപേഷേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, എന്ത് വന്നാലും നമ്മൾ നേരിടും. ഇനി അവരുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റംപ്റ്റ് ഉണ്ടാവുന്നതിന് മുൻപ് നമ്മൾ അവരെ കണ്ടുപിടിച്ചിരിക്കും. അപ്പോ എല്ലാവരും ഒന്ന് ഭയന്നു അല്ലേ? വിറച്ചുപോയി എന്ന് വേണം പറയാൻ. കൊലക്കുറ്റം ഏറ്റെടുക്കാൻ പുതിയൊരാളിനെ കണ്ടെത്തി. അമ്മയും മോളും രക്ഷപ്പെട്ടു. രണ്ടുപേരെ ഞാൻ വിടാൻ പോകുന്നില്ല. ഇതുപോലെ തട്ടിക്കളിക്കും, ഭയപ്പെടുത്തും. മിന്നൽ രാജുവിനെ കൊന്ന ആരും ചോദിക്കാൻ വരില്ലെന്ന് അവള് കരുതിയത്. ആ ധൈര്യം ഇപ്പൊ മാറിക്കാണും. എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒരു ദിവസം എനിക്ക് ആ വീട്ടിലേക്ക് ചെന്ന് കയറാൻ. അവളുടെ മുൻപില് അങ്ങനെ ഒരു ചിരിയോടെ നിൽക്കണം. ഞാൻ കരുതിയത് ഇന്നത്തോടെ അവളെ അങ്ങ് തീർത്ത് കളയാന്ന. സമയമായില്ല. ഇതൊരു സൂചനയല്ലേ? ഇനിയാണ് അവളും ഞാനും തമ്മിലുള്ള കൂടിക്കാഴ്ച. അതിനുള്ള പ്ലാൻ നമുക്ക് വേറെ ഉണ്ടാക്കാം. രാജുവണ്ണം മരിച്ചതുപോലെ ആ വീട്ടിൽ ഒരാളും കൊല്ലപ്പെടണം. അതിന് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. എന്തിനാ ഇത്ര വെയിറ്റ് ചെയ്യുന്നേ? വെയിറ്റ് ചെയ്യുന്നതല്ല, ചില കാര്യങ്ങൾ കൂടി ശരിയായി വരാനുണ്ട്. അതിനുശേഷം തുടങ്ങാം. 1, 2, 3 എന്ന് ഓരോന്ന് കഴിയുമ്പോഴും പേടിച്ച് പേടിച്ച് അവൾ ഇല്ലാതാവണം. ഇനി അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അതിന് ഒരു പ്രയാസവും ഇല്ല. ഇതുപോലെ ഒരു സംഭവം കൂടി ഉണ്ടായാൽ മതി, അവള് തകർന്ന് തരിപ്പണമായി പോവും. പിന്നെ നമ്മൾ പറയുമ്പോ വിളിക്കുന്ന സ്ഥലത്ത് അവള് വരും, ഇല്ലെങ്കിൽ വരുത്തും.